എനിക്ക് മെസ്സേജ് രൂപത്തിൽ ഇതിനു മുമ്പേ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്. അതിന് പലവട്ടം വാണിംഗ് കൊടുത്തപ്പോൾ അതിനൊക്കെ മാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അമ്മ ഒരു വട്ടം വിളിച്ച് സംസാരിച്ചപ്പോൾ അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾ നന്നാവാൻ വേണ്ടി പറയുന്ന ആ രീതിയിലാണ് പറഞ്ഞു കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ ആ മെസ്സേജിന് ശേഷം അയാളുടെ മോളുടെ കല്യാണത്തിനൊക്കെ എന്നെ കൂട്ടിക്കൊണ്ടു പോവുക, അങ്ങനെ അത്രയും ട്രസ്റ്റ് ഇതായിരുന്നു എൻ്റെ അടുത്ത്. എനിക്ക് സംശയിക്കാൻ പിന്നെ ഇടയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇത് പെട്ടെന്നായിരുന്നു ഉണ്ടായിരുന്നത് ഇങ്ങനൊന്നും. ഞാൻ അന്ന് സാധാ പോലെ ജോലിക്ക് പോയതാണ്. എനിക്ക് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് 12 മണിക്ക് കയറിയിട്ട് രാത്രി 8 മണി വരെ ആയിരുന്നു ഡ്യൂട്ടി. അതിന് മുന്നത്തെ ദിവസങ്ങളിൽ നോക്കുമ്പോൾ രാവിലെ 8 മണിക്ക് കയറിയാൽ എന്നെ രാത്രി 9 മണി വരെയൊക്കെ അയാൾ ജോലി ചെയ്യിപ്പിക്കും. അതേസമയം അയാൾ ആ 3 പേരുണ്ടല്ലോ, അവരവിടെ സെക്യൂരിറ്റി ക്യാബിനിലിരുന്ന് കള്ളു കുടിക്കുന്ന സമയമായിരിക്കും അത്. എനിക്ക് ബുദ്ധിമുട്ടായ കാരണം ഞാൻ പറഞ്ഞു, എന്നെ ഞാൻ ഉച്ചയ്ക്ക് കയറിയിട്ട് എത്രയും വേഗം ഞാൻ ഇറങ്ങിക്കോളാം, എനിക്ക് 8 മണിക്കൂറേ ജോലി ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ അമ്മ വിളിച്ച് പറഞ്ഞു. അവൾക്ക് അങ്ങനെ അധികം ജോലി ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അയാൾ ടൈമൊക്കെ മാറ്റി തന്നു. എന്നാലും എല്ലാ സ്റ്റാഫിനും കറക്റ്റ് ടൈമിംഗ് ഒക്കെ ഉണ്ട്. എനിക്ക് മാത്രമേ അയാൾ കറക്റ്റ് ടൈമിംഗ് തരാറില്ല. എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇനി മാനേജർ ആവണം ഇവിടെ, അപ്പോൾ നിനക്ക് കറക്റ്റ് ടൈമിംഗ് ആയിട്ട് എനിക്ക് തരാൻ പറ്റില്ല, സാലറി ഒക്കെ ഞാൻ കൂട്ടിത്തരും അങ്ങനെയൊക്കെ പറഞ്ഞു. കുറേ റെസ്പോൺസിബിലിറ്റി ഉണ്ട് അങ്ങനെ പറഞ്ഞ് എന്നെ രാത്രി ലേറ്റ് നൈറ്റ് വരെയൊക്കെ അയാൾ ജോലി ചെയ്യിപ്പിക്കും. അവിടെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലെങ്കിൽ പോലും വെറുതെ സിസ്റ്റത്തിന് മുമ്പിൽ തന്നെ ഇരുത്തിക്കും അയാൾ. എന്നിട്ട് അയാൾ കള്ളു കുടിച്ചിട്ട് അവിടെ വന്നിട്ട് തൊട്ടപ്പുറത്തെ സിസ്റ്റത്തിൽ വന്നിരുന്നിട്ട് ഓരോ അനാവശ്യമായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറയും. ആ സമയത്ത് തന്നെ അയാളുടെ ഭാര്യനെ പറ്റി എപ്പോഴും മോശമായിട്ട് പറയും. അയാളുടെ ഭാര്യയ്ക്ക് എന്തോ സർജറി കഴിഞ്ഞ് പിന്നെ അവർ തമ്മിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. 5 വർഷമായിട്ട് അവർ തമ്മിൽ ആ ഒരു റിലേഷൻ ഉണ്ടായിട്ടില്ല. അവർക്ക് അയാൾ കല്യാണം കഴിഞ്ഞ് ഒരുപാട് പേരുടെ കൂടെ കിടന്നിട്ടുണ്ട്. അതൊക്കെ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഇതൊക്കെ സാർ എന്തിനാ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതൊന്നും അത്ര മോശപ്പെട്ട കാര്യമല്ല, മനുഷ്യൻ്റെ ബേസിക് ആയിട്ടുള്ള നീഡാണ് എന്നൊക്കെ പറഞ്ഞ് ഇയാൾ എൻ്റെ അടുത്ത് കുറേ സംസാരിക്കാൻ തുടങ്ങും. അപ്പോൾ എൻ്റെ കൂടെയുള്ളവർ എന്നെ ഒരു സമയം കഴിഞ്ഞിട്ട് കണ്ടില്ലെങ്കിൽ അന്വേഷിച്ച് വരും. അങ്ങനെ അവർ എന്നെ അന്വേഷിച്ച് വരുന്ന പറഞ്ഞാൽ അയാൾ ഇടയ്ക്ക് എന്നെ വേഗം വിട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ സംഭവം നടക്കുന്ന അന്ന് അവർ നാട്ടിൽ പോകേണ്ടി വന്നു. അവർക്ക് അതിലൊരാൾ ആന്ധ്ര, ഒരാൾ തമിഴ്നാട് വരെ, അവർക്ക് നാട്ടിൽ പോകേണ്ടി വന്നു. ഉണ്ട്, ഞങ്ങൾ 3 പേരായിരുന്നു. അപ്പോൾ സ്റ്റാഫ് കുറവായിട്ടും അയാൾ അവർക്ക് ലീവ് കൊടുത്തു. ഞാൻ മാനേജ് ചെയ്യുന്നുള്ള ഇതിൽ അയാൾ ലീവ് കൊടുത്ത് എക്സ്ട്രാ പൈസ കൊടുത്ത് തലയിലൊക്കെ ഇങ്ങനെ തലോടിയിട്ട് പയ്യെ വന്നാൽ മതി മക്കളെ, എല്ലാം മാറിയിട്ട് പയ്യെ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ അവരുടെ അടുത്ത ആൾ. മുക്കത്തെ യുവതിക്ക് സംഭവിച്ച കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞിരുന്നല്ലോ. ഒരു ഹോട്ടലുടമ ജീവനക്കാരി ഏത് വിധത്തിലാണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചത് എന്നുള്ള കാര്യം. ആ ഒരു സംഭവത്തിലെ ഈ ഒരു ദേവദാസ്, ഹോട്ടലുടമയായ ദേവദാസ് ഈ ഒരു പെൺകുട്ടിയുടെ അതിജീവിതയോട് അപമര്യാദയായി പെരുമാറിയതിന്റെ കൂടുതൽ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതും അതിജീവിത തന്നെയാണ് ഈ ഒരു വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത്. സംഭവത്തിൽ ഈ ഒരു അതിജീവിത നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചിരിക്കുകയാണ്. താൻ അനുഭവിച്ച വേദന എത്രയാണെന്ന് അയാളും അറിയണമെന്നാണ് ഈ ഒരു പെൺകുട്ടി പറയുന്നത്. മാധ്യമങ്ങളോടായിരുന്നു ഈ ഒരു പെൺകുട്ടിയുടെ പ്രതികരണം. എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, രാത്രി ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല സാർ, എനിക്ക് പേടിയില്ല. അപ്പം പേടിയുണ്ടെങ്കിൽ ഇവിടെ ഹോട്ടലിൽ റൂമിൽ കിടന്നോന്ന് പറഞ്ഞു. അപ്പോൾ ഹോട്ടലിൽ കിടന്നാൽ മാസ്റ്റർ കാർഡ് വെച്ചിട്ട് അയക്ക് ആക്സസ് ചെയ്ത് തുറക്കാൻ പറ്റുന്ന കാരണം ഞാൻ പറഞ്ഞു, വേണ്ട, ഞാൻ വീട്ടിൽ തന്നെ കിടന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്നൊരു 7:30 അയാൾ വിട്ടു വന്നു. 7:30 വിട്ടിട്ട് ഞാൻ വീട്ടിൽ പോയി കുളിച്ചതൊക്കെ കഴിഞ്ഞ് ഫ്രണ്ടിലെ ഡോറെന്ന് പറഞ്ഞാൽ കുറച്ച് ബലമൊക്കെ കൊടുത്ത് തള്ളിയാണ്. അവർ 2 പേരും കൂടി എന്നും അടച്ചുകൊണ്ടിരുന്നത്. അവരാ താഴെ താമസിക്കുന്നത്. ഞാൻ വിചാരിച്ചു കുളിച്ചിട്ട് വന്നിട്ട് അവരെ വിളിച്ച് എങ്ങനെ അടക്കുന്നതെന്നൊക്കെ ചോദിച്ച് പയ്യെ അടക്കാം, ഇത് പ്രതീക്ഷിക്കുന്നേ ഇല്ല ഞാൻ ഇങ്ങനൊരിത് അടക്കാമെന്നൊക്കെ വിചാരിച്ച് നിന്നതാണ് ഞാൻ. അങ്ങനെ കുളിച്ച് എന്നും ഗെയിം കളിക്കുന്നൊരിതുണ്ടായിരുന്നു സമയം പോകാൻ. അങ്ങനെ BGMI കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാറുണ്ട്. ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ റൂം ആരോ തുറക്കുന്ന സൗണ്ട് കേട്ടെ. റൂം ഇയർഫോൺ വെച്ചുകൊണ്ടാണ് ഞാൻ കേൾക്കാഞ്ഞെന്ന് അറിയില്ല, താഴ്ന്ന് വന്ന സൗണ്ടൊന്നും. എന്നിട്ട് തുറക്കുന്ന സൗണ്ട് കേട്ട് ഞാൻ ജസ്റ്റ് തിരിഞ്ഞു നോക്കിയപ്പോൾ 3 നിഴലിങ്ങനെ വരുന്നുണ്ട്. ഞാൻ തറയിലൊരു മൂലയ്ക്ക് ഇരിക്കുകയായിരുന്നു. ഞാൻ എന്നിട്ട് എണീറ്റപ്പോൾ തന്നെ ഇയാളെ കണ്ടു. ഇയാൾ മാസ്കൊക്കെ വെച്ച് കള്ളു കുടിച്ചിട്ട് കണ്ണൊന്നും കാണുന്നില്ലായിരുന്നു, അത് ഇറങ്ങിയിരിക്കുക അയാളുടെ കണ്ണൊക്കെ. എന്നിട്ട് അയാളുടെ കയ്യിൽ മാസ്കിൻ്റെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ഞാൻ എന്നിട്ട് ഉറക്കെ കരയാൻ തുടങ്ങി. അയാളുടെ റിലേറ്റീവ്സിൻ്റെ ഒക്കെ വീടുണ്ട് അടുത്ത്, അങ്ങോട്ടൊക്കെ നോക്കി ഞാൻ ഉറക്കെ കരഞ്ഞു. അപ്പോഴയാൾ ആ വീഡിയോയിലുള്ളതൊക്കെ പറയുന്നത് ഒച്ച ഉണ്ടാക്കിയത് നോക്കാം. എന്നിട്ട് അയാൾ പിടിവലിക്കിടയിൽ അയാളെ കൈതട്ടി തന്നെ ആ ക്യാമറ ഓണായത്. എന്നിട്ട് അയാൾ ആ ഫോൺ പിടിച്ച് വാങ്ങിച്ചിട്ട് അയാളുടെ പോക്കറ്റിലിട്ട് എൻ്റെ ഫോൺ. എന്നിട്ട് വീണ്ടും എന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ വന്നു, വട്ടം പിടിക്കാൻ വന്നു അയാൾ. വട്ടം പിടിക്കാൻ വന്നപ്പോൾ ഞാൻ പിന്നെ അയാളെ തള്ളിയിട്ട് അയാൾ ആ ടാപ്പ് ആ സമയത്ത് പിറകിലുള്ള ആളുടെ എന്തോ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ടാപ്പ് വേണമെന്ന് പറഞ്ഞ് തിരിയുന്ന ഗ്യാപ്പിൽ ഞാൻ പെട്ടെന്ന് എടുത്ത് താഴോട്ട് ചാടി കഴിഞ്ഞപ്പോൾ മറ്റേ റിയാസ് എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, അയാൾ താഴോട്ട് ഇറങ്ങി വന്നിട്ട് വീണിട്ട് കുറച്ച് ജീവൻ ഉണ്ടെങ്കിൽ എണീറ്റ് ഓടാമെന്ന് വിചാരിച്ചതാണ് ഞാൻ. എനിക്ക് വീണിട്ട് എൻ്റെ കൈമുട്ടൊക്കെ ഇവിടെ പൊട്ടി. എനിക്ക് മനസ്സിലായി എൻ്റെ കാലെൻ്റെ കൂടെ വരുന്നില്ല, കാലവിടെ ഇതാക്കി എടുക്കുക, ഇങ്ങനെ എണീക്കാൻ പറ്റുന്നില്ല. ഞാൻ കിടന്നെടുത്തുനിന്ന് വീണ്ടും കരഞ്ഞു. അപ്പോൾ അയാൾ വന്നിട്ട് റിയാസ് വന്നിട്ട് എൻ്റെ കാല് പിടിച്ച് വലിച്ച് വീണ്ടും എന്നെ അകത്തോട്ട് കൊണ്ടുവന്ന് നോക്കി. വരുന്നില്ലെന്നുണ്ടപ്പോൾ ചെസ്റ്റിൻ്റെ ഇവിടെ പിടിച്ച് പൊക്കി വീണ്ടും വലിക്കാൻ നോക്കി എന്നെ. എന്നിട്ട് ഞാൻ ബഹളം വെച്ചപ്പോൾ വാ പൊത്തിയപ്പോൾ ഞാൻ കടി കൊടുത്തപ്പോൾ കൈ പെട്ടെന്ന് വലിച്ചു. അപ്പോൾ തന്നെ ഒരു ചേട്ടൻ ആ ദൂരത്തുനിന്ന് ടോർച്ച് അടിച്ചിട്ട് എന്താന്ന് ചോദിച്ചിട്ട് വന്നു. അപ്പോൾ ഇയാൾ വേഗം എന്നെ വിട്ട് 3 പേര് ഇപ്പം വന്ന പോലെ നിന്നിട്ട് പറയാം ഫോൺ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ വീണയാണ്.
ആ സമയത്ത് ഞാൻ ഒന്നും മിണ്ടിയില്ല. ഒന്നാമത് എനിക്ക് പറയാൻ വേദന കൊണ്ട് പൊളയായിരുന്നു. അതുമല്ല എല്ലാം അയാളുടെ ആൾക്കാരാണ്. ഞാൻ പറഞ്ഞു എന്നെ വീണ്ടും ഇനി എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചു. അപ്പോൾ ആരോ പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ എന്നെ വണ്ടി എടുത്ത് വന്ന് അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞാൻ വണ്ടിയിൽ നിന്ന് കുറേ കരഞ്ഞപ്പോൾ അയാൾ പറയാം അവൾ കരയണ്ട, അങ്കിളുണ്ട്, കരയണ്ടെന്നൊക്കെ പറഞ്ഞു അയാൾ. എന്നിട്ട് KMCTയിൽ കൊണ്ടുപോയി. അവിടെ ഡോക്ടർ അതിൻ്റെ അകത്ത് കയറ്റിയാണ്. ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഇവർ എന്നെ ഉപദ്രവിക്കാൻ വന്നു, എൻ്റെ ഫോണൊന്നും മേടിച്ചു തരണം, എല്ലാ തെളിവൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഡോക്ടർ മേടിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. പിന്നെ അയാൾ അവിടെ കണ്ടിട്ടില്ല. എന്ത് മോശമായ രീതിയിലാണ് അയാൾ പെരുമാറിയതല്ലേ എലി. ലൈംഗിക താല്പര്യങ്ങളും ശരീര വർണ്ണനകളും എല്ലാം വാട്സപ്പ് ചാറ്റ് വഴിയാണ് അയാൾ എപ്പോഴും അയക്കാറുണ്ടായിരുന്നത്. ആ ഒരു സന്ദേശമൊക്കെ എല്ലാം പുറത്തു വന്നിട്ടുണ്ട്. മോശമായ പെരുമാറ്റം തന്നെയാണ് ഇയാൾ പലവട്ടം ഈ ഒരു അതിജീവിതയോട് കാണിച്ചിരുന്നത്. പിന്നെ ജോലി രാജിവെക്കുമെന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഇയാൾ വീണ്ടും ക്ഷമാപണമൊക്കെ നടത്തിയിട്ട് ഇനി തന്റെ ഭാഗത്ത് നിന്ന് മോശമായിട്ടുള്ള അനുഭവം ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞ് ഇയാൾ വന്നത്. എന്നിട്ട് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് പോലീസ് വന്നത്. പോലീസ് വരുന്നിടം വരെ എന്നെ അവർ നോക്കിയിട്ടില്ല, എന്നെ തൊട്ടിട്ട്. ഞാൻ വേദന കൊണ്ട് കരയായിരുന്നു. ആകെ ഈ മരുന്നിന് മുറിവിനൊരു ഇതൊട്ടിച്ചു തന്നു. കാരണം എൻ്റെ കാലിന് ഞാൻ പറഞ്ഞു കാല് വയ്യ എനിക്ക്, അവർ നോക്കുന്നില്ല, ആരെങ്കിലും ഇല്ലാതെ നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുറേ നേരം അവിടെ ഒറ്റയ്ക്കായിരുന്നു. പിന്നെ അവിടുത്തെ പോലീസ് വന്നിട്ടാണ് പറഞ്ഞത് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റണം. അങ്ങനെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ട് അന്നും ആരും ഇല്ലാണ്ട് വീട്ടിൽ വിളിച്ചപ്പോൾ അവർക്ക് പുലർച്ചെ ഇറങ്ങിയാലും അവർക്ക് എത്താൻ പയ്യന്നൂരിൽ നിന്ന് വരേണ്ടതാണ്, കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞു. അതുവരെ ഞാൻ വേദന സഹിച്ച് അവിടെ കിടന്നു. അപ്പോൾ എന്നാൽ സഹിച്ചതിൻ്റെയും ഇതും എല്ലാം അയാൾ അനുഭവിക്കണം എന്ന് എനിക്കുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഏതറ്റം വരെ പോകും. പോലീസ് ആദ്യം എൻ്റെ അടുത്ത് വന്ന് നല്ല ഇതിലൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ ആരോ പറഞ്ഞു FIR മാറ്റി എന്നൊക്കെ പറഞ്ഞു. എൻ്റെ അടുത്ത് നല്ല ഇതിലായിരുന്നു. അവരൊന്ന് കണ്ടത് ഞാൻ അനുഭവിക്കുന്ന വേദന ഇതൊക്കെ. അത് കണ്ടിട്ടും അവർക്കത് മാറ്റി എഴുതാൻ തോന്നിയതിൽ എനിക്കൊന്നും പറയാനില്ല. പിന്നെ ഞാൻ വീഡിയോ കണ്ടു അയാൾ കൂളായിട്ട് പോലീസ് സ്റ്റേഷനിൽ നിൽക്കുക. അതുമല്ല ഒരു പോലീസുകാരൻ അമ്മയുടെ ഫോണിലേക്ക് ഒരു ഫോട്ടോ അയച്ചു തന്നു. ഇയാളറിയോ ഇയാൾ എന്നാണോ പ്രതി എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. അയാൾ കൂളായിട്ട് പത്രം വായിച്ചിരിക്കുക ചിരിച്ചുകൊണ്ട്. എന്നിട്ട് ഇയാൾ അറിയുമോ എന്ന് ചോദിക്കുക. ഒരു പ്രശ്നമില്ല, അയാളുടെ നാട് അറിയില്ല എന്താവുന്നു. അവർക്ക് ബാക്കിയുള്ളൊക്കെ വലിയ ചേച്ചിമാരാ. അവർ കല്യാണമൊക്കെ കഴിഞ്ഞ് അവരുടെ ഹസ്ബൻഡൊക്കെ അടുത്തൊക്കെ ഉള്ളവരാ. അവരുടെ അടുത്ത് എന്തെങ്കിലും കാണിച്ച് ഇയാൾക്ക് കിട്ടുമെന്ന് ഇയാൾക്ക് അറിയാം. അവർ ഡെയിലി വന്നു പോകുന്നവരാ. അവരുടെ അടുത്തൊക്കെ നല്ല സ്നേഹം. ഇയാൾ ലേഡീസിനെ മാത്രമേ അവിടെ സ്റ്റാഫായിട്ട് വെക്കുള്ളൂ. ഇയാൾ പറഞ്ഞ എല്ലാ ലേഡീസിനും ജോലി വേണം, ആ ഉദ്ദേശത്തോടെയാണ് ഇയാൾ പറയുന്നത്. പക്ഷെ എനിക്കത് തോന്നുന്നില്ല. ലേഡീസിനെ മാത്രമേ ഇയാൾ എടുക്കുള്ളൂ ആ സ്ഥാപനത്തിൽ. അതെ, വീണെടുത്തുന്ന പോലെ എൻ്റെ കാല് പിന്നെയും വലിച്ചയാൾ ഇതാക്കി. അയാൾ അത് കഴിഞ്ഞിട്ടും 2 ദിവസം അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു. പിറ്റേ ദിവസം ഹോട്ടൽ സാധാ പോലെ തുറന്നു, സാധാ പോലെ എല്ലാവരും ജോലിക്ക്. തിങ്കളാഴ്ച എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നില്ല, ഫോൺ എൻ്റെ മാമൻ്റെ കയ്യിലായിരുന്നു. ആ ഫോണിൽ ഒരു മെസ്സേജ് വന്നു. ഫോൺ ഞാൻ നോക്കിയിട്ടില്ല. പിന്നെ ഇന്നലെ ഞാൻ എടുത്തപ്പോഴാണ് 2 മെസ്സേജ് ഡിലീറ്റും 1 മെസ്സേജ് അതിലുണ്ടായിരുന്നു, നിനക്കുള്ള ആദ്യത്തെ ഡോസാന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് ഞാൻ ICUവിൽ കിടക്കുക. ആ സമയത്ത് അയാൾ ഇതയക്കുന്നത്. ആ സമയത്ത് അയാൾ ഇറങ്ങി നടക്കുന്നുണ്ട് എന്നെ പറ്റി ഓരോന്ന് പറഞ്ഞിട്ടൊക്കെ. ഈ ദേവദാസിൽ നിന്നുള്ള ശല്യം ഏറിയപ്പോഴാണ് ഈ ഒരു യുവതി ഇക്കാര്യം ദേവദാസിന്റെ ഭാര്യയോട് പറയുന്ന ഒരു യുവതി പറഞ്ഞിരുന്നത്. അതിനുശേഷമാണ് ഈ ഒരു ദേവദാസും ജീവനക്കാരും ഭീഷണിയുമായിട്ട് ഈ ഒരു യുവതിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത്. തുടർന്നാണ് ഈ ഒരു യുവതി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് 1ാം നിലയിൽ നിന്ന് എടുത്തു ചാടിയതും ഗുരുതരമായി പരിക്കേറ്റതും എല്ലാം സംഭവിച്ചത്. ഒളിവിൽ പോകുന്നതിനിടെ കുന്നംകുളത്ത് വെച്ചായിരുന്നു ഇയാളെ പിടികൂടിയതും ഇപ്പോൾ ഇയാൾ റിമാൻഡിലുമാണ്. ദേവദാസിന്റെ കൂട്ടാളികളായ ജീവനക്കാർ ഇതിനോടകം തന്നെ കീഴടങ്ങി കഴിയുകയും ചെയ്തിരുന്നു. റിയാസും സുരേഷും എന്നിവരായിരുന്നു മറ്റു ജീവനക്കാർ. ഇവരെല്ലാം താമരശ്ശേരി കോടതിയിലാണ് വന്ന് കീഴടങ്ങിയത്. എന്തായാലും പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ആ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നട്ടലിന് പരിക്കേറ്റ യുവതി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ചികിത്സയിലുമാണ്. എന്തായാലും തന്റെ ജീവനേക്കാളും മാനത്തിന് വില നൽകിയ ഈ ഒരു സഹോദരിക്ക് ഒരുപാട് പേര് സപ്പോർട്ടുമായി വരുന്നുണ്ട്. ആ വീഡിയോയുടെ താഴെ തന്നെ ഒരുപാട് കമന്റ് സെക്ഷൻ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ ഒരു അതിജീവിതയ്ക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് തന്നെയുണ്ട്. ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ചുറ്റുവട്ടത്തിൽ ഇനി നടക്കരുത് എന്നുള്ള പ്രാർത്ഥനയാണ്. കാരണം ശരിക്കും ഈ ഒരു കേരളം, ഈ കൊച്ചു കേരളം എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ഒന്നും പറയാൻ പറ്റുന്നില്ല. അമ്മാതിരിയുള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ചുറ്റും നടക്കുന്നത് അല്ലേ. സേഫ്റ്റിയും സുരക്ഷയും നൽകേണ്ട ഒരു ഉടമസ്ഥൻ തന്നെയാണ് ഇതിന് കാരണക്കാരൻ എന്ന് പറയുമ്പോൾ വല്ലാത്ത പുച്ഛം തോന്നുകയാണല്ലേ ഇവര് ആദ്യമൊക്കെ ഈ ഒരു ഹോട്ടലിന്റെ പേര് പോലും പുറത്തു വന്നിട്ടില്ലായിരുന്നു. പിന്നീടാണ് ഈ ഒരു ഹോട്ടൽ ഉടമ ആരാണെന്നും ഹോട്ടൽ ഏതാണെന്നുള്ള കാര്യങ്ങളെല്ലാം പുറത്തു വന്നത്. പ്രത്യേകിച്ചും ആ ഒരു ഡിജിറ്റൽ വീഡിയോ ഈ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ഇത്രയധികം അവർക്ക് ആ ഒരു സൈഡിലേക്ക് കുറച്ച് ന്യായം കിട്ടിയത്. അല്ലെങ്കിൽ ഈ ഒരു കേസും അതങ്ങനെ പോകുമായിരുന്നുള്ളൂ അല്ലേ. കോടതിയും കേസുമായിട്ട് നടന്ന് അവസാനം അതിജീവിത എന്ന പേര് മാത്രം ഈ ഒരു പെൺകുട്ടിക്ക് ലഭിക്കുമായിരുന്നുള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം നിയമം ഏത് രീതിയിൽ കൈകാര്യം ചെയ്യുമെന്നുള്ള കാര്യം.